ദ ലാസ്റ്റ് നൈറ്റ് അറ്റ് ട്രെമോർ ബീച്ച് ഓറിയൽ പൗലോ സംവിധാനം ചെയ്ത് ഹാവിയർ റേ, ഏന പോൾവോറേസ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഈ സിക്സ്ത് സെൻസ് ഒക്കെ പോലെ ഭാവിയെക്കുറിച്ച് കുറച്ച് വിഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായ അലക്സിന്റെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഈ സീരീസ് കാണാൻ ആക്ച്വലി ഉള്ള പ്രധാനപ്പെട്ട കാരണം ഓറിയൽ പൗലോ എന്ന ഒറ്റ പേരാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ആ ഒരു ആവേശത്തിലാണ് ഞാൻ ഈ സീരീസ് കണ്ടത്. മൈക്കൽ സാന്റിയാഗോയുടെ നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ സീരീസ്. അത്യാവശ്യം കിളി പറത്തുന്ന ഡിഫറന്റ് ആയിട്ടുള്ള പുതുമയുള്ള ഒരു ബേസിക് സ്റ്റോറിയാണ് ഈ സീരീസിനുള്ളത്. അതാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ് ആയിട്ടാകും തന്നെ പറയാനുള്ളത്. കുറെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടെൻഷൻ അടുപ്പിക്കുന്ന, എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ വളരെ നൈസ് ആയിരുന്നു. അതുപോലെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുമുണ്ട്. അഭിനയിച്ചവരുടെ എല്ലാം കിടു പെർഫോമൻസ് സീരീസിലുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് അലക്സ് ആയിട്ട് വന്ന ഹാവിയർ റേയുടേതാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ടെൻഷൻ, ഭയം, നിസ്സഹായാവസ്ഥയൊക്കെ വളരെ ഭംഗിയായിട്ട് ഹാവിയർ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ ജൂഡി. ആ റോള് ഏന പോൾവറോസ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. മരിയ, ലിയോ എന്നീ ക്യാരക്ടറുകളും പിന്നെ ആ രണ്ട് കുട്ടികളും, അതിൽ ബ്രൂണോ എന്ന പയ്യൻ എന്റെ ഫേവറേറ്റ് ആണ്. ഇതിന്റെ ക്യാമറയും ലൊക്കേഷനും അതിമനോഹരമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം, അതിന്റെ കുറച്ച് ഏരിയൽ ഷോട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നെ രസമാണെന്നറിയാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഞാൻ ആ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി തന്നെ ഇത് കുത്തിയിരുന്ന് കണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല. ക്യാമറ, കളർ ടോൺ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പ്രൊഡക്ഷൻ ഡിസൈൻ, VFX എല്ലാം നൈസ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് മേക്കപ്പ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ അലക്സിന്റെ അമ്മയായിട്ട് വരുന്ന നടിയുടെ മേക്കപ്പ്, അവർക്കൊരു 30 വയസ്സുള്ളപ്പം മുതൽ ഒരു 70 വയസ്സ് വരെയുള്ള കാലം കാണിക്കുന്നുണ്ട്. അതെല്ലാം ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പൊ ഓറിയൽ പൗലോയുടെ കാര്യം പറഞ്ഞാൽ ദ ഇൻവിസിബിൾ ഗസ്റ്റ്, ദ ബോഡി, ജൂലിയ സൈസ്, അങ്ങനെ കിടിലൻ സ്പാനിഷ് ത്രില്ലർ സിനിമകളും സീരീസുകളും ഒക്കെ സമ്മാനിച്ച ഡയറക്ടറാണ്. പക്ഷേ ഈ ഒരു സീരീസിന് ഒട്ടും ഹൈപ്പ് ഇല്ലാതെ, എന്ന് വെച്ചാൽ പലരും പുള്ളിയുടെ ഇങ്ങനെ ഒരു സീരീസ് വന്നിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞു പോലും കാണുകയല്ലെന്ന് തോന്നി. അതുപോലെയാണ് ഇത് വന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതിന് ആദ്യം വന്നിട്ടുള്ള പല റിവ്യൂസ് നെഗറ്റീവ് ആയിരുന്നു. വളരെ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ കൊള്ളൂല, ഫ്ലാറ്റ് ആണ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓവർ പ്രതീക്ഷയില്ലാതെ എന്നാൽ ഓറിയൽ പൗലോയുടെ സീരീസ് എന്ന നിലയ്ക്ക് കാണുകയായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇതൊരു നല്ല സ്ലോ ബേണിംഗ് ത്രില്ലർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോ ആക്ച്വലി ഇത് വളരെ സ്ലോ ആണ് എന്നതാണ് ഇതിന്റെ മെയിൻ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളതും. ഒരു വലിയ നോവൽ നമ്മളിങ്ങനെ കുറേ നാളൊക്കെ എടുത്ത് വായിച്ച് തീർക്കുന്നത് പോലെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴുള്ളൊരു ഫീല് അങ്ങനെയാണ് വന്നത്. അതുപോലെ നീളമുണ്ട് ഇതിന്. ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തുള്ള എഴുത്തും ആ ഒരു ക്യാരക്ടർ ഡിസൈനും ഒക്കെയാണ് സ്ക്രിപ്റ്റിലുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പയ്യെ പോകുന്നത്. പലപ്പോഴും എനിക്ക് തന്നെ ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നി. ഇപ്പം ചില ബാക്ക് സ്റ്റോറി ഒക്കെ കുറച്ചുകൂടി കട്ട് ചെയ്ത് ഷോർട്ട് ആക്കാമായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ ജൂഡിയുടെ കഥയാണെങ്കിൽ തന്നെ അത് ഭയങ്കര ബ്രൂട്ടലാണ്, ശരിക്കും ഭീകരമാണ്. പക്ഷെ അതിന്റെ ടൈം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രിപ്പ് ചിലപ്പോഴൊക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ സാധാരണക്കാർക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുമാണ് ഇതിന്റെ. പല സമയത്തും ഞാൻ ഇതിലെ മെയിൻ ക്യാരക്ടർ, അതായത് അലക്സ് ആയിട്ടൊന്ന് സ്വയം മാറി നോക്കി. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അങ്ങ് നടന്നോട്ടെ എന്ന് പലപ്പോഴും പുള്ളി വിചാരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അയാളോട് നല്ല ദേഷ്യം തോന്നി, എന്തൊരു മണ്ടനാണ് എന്നൊരു ഫീൽ വന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ സീരീസിനുണ്ട് കേട്ടോ. സോ മൊത്തത്തിൽ ഈ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇച്ചിരി ലെങ്ത് കൂടുതലാണെന്ന് മാത്രം. സ്ലോ ബേണിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീയും അല്ല. പക്ഷെ പുതുമയുള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള, ഓറിയൽ പൗലോയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ചിന്ന കിളിപ്പറത്തൽ ഐറ്റം തന്നെയാണിത്. നിങ്ങൾ പുള്ളിയുടെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ആ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു കഥയിലേക്കും പരിസരത്തേക്കും ഒക്കെ ഇറങ്ങിച്ചെന്ന് കാണാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ 1 മണിക്കൂർ 10 മിനിറ്റ്, 1 മണിക്കൂർ 20 മിനിറ്റ്, അങ്ങനെ പല ലെങ്ത് ആണ് ഇതിന്റെ ഓരോ എപ്പിസോഡിനുള്ളത്. മുഴുവനും കണ്ടു തീർക്കാനായിട്ട് ഏകദേശം ഒരു 9-9.5 മണിക്കൂർ വരും. 8 എപ്പിസോഡാണ് ആകെയുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് ഉള്ളത്. സ്പാനിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷും ഹിന്ദിയും അവൈലബിൾ ആണ്. മലയാളം, തമിഴ് ഡബിംഗ് ഒന്നുമില്ല. പിന്നെ ഇത് 18+ ആണ്. ന്യൂഡിറ്റി, സെക്സ് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ അത് ഓർക്കുക. സോ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.